വിജിലൻസ് അന്വേഷണമായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. കളക്ടറുടെ സംഘം പോയി പ്രൈമറി എൻക്വയറി നടത്തിയിട്ട് എന്താ കാര്യം? സാറേ, അന്വേഷണ കമ്മീഷൻ ആരൊക്കെയാണ് സാർ? അതിൻ്റെ ലിസ്റ്റ് വന്നിട്ടില്ല. പക്ഷേ പോലീസ് എൻക്വയറി ക്രൈംബ്രാഞ്ചിന് കൊടുത്തു. SP തരകൻ ജോസ്. അതെന്തായാലും നന്നായി സാർ. പിന്നെ താഴെ DYSP അശോകനാ. അന്വേഷണ സംഘത്തെ തീരുമാനിച്ചിട്ടേ ഉള്ളൂ. എന്തായാലും നോക്കാം. സാർ, 1.5 മാസം സമയമല്ലേ കൊടുത്തിരിക്കുന്നത്? അതിനു മുമ്പ് വിൻസെന്റിനെ കണ്ടുപിടിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ പറ്റുമോ? പോലീസ് അന്വേഷിച്ചോട്ടെ, പക്ഷേ പാരലായിട്ട് നമ്മുടെ ഒരു മൂവ്മെന്റ് ഉണ്ടാവണം. രാജ്മോഹൻ കുറച്ച് ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ടുണ്ട്. അന്വേഷണം അങ്ങോട്ട് ഓപ്പൺ ആകുമ്പോൾ വിൻസെന്റ് ഇനി ഇന്ത്യയിൽ എവിടെയാണെങ്കിലും പുറത്തു വരും. ഇല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരും. അതിനുള്ള വഴിയുണ്ടോ സാർ? ഉണ്ടല്ലോ. അതിനുള്ള മൂവ്മെന്റ് നമ്മൾ നേരത്തെ തുടങ്ങി പത്മനാഭ. ഈ വിൻസെന്റിനെ ടാർഗറ്റ് ചെയ്താൽ ഇങ്ങനൊരു മാറ്റർ ആഡ് ചെയ്തിരിക്കുന്നത്. പോലീസ് എൻക്വയറിക്ക് പാരലായിട്ട് മൂവ് ചെയ്യാൻ പാടില്ല നമ്മൾ. അതുകൊണ്ടാണ് നമ്മൾ ലീഗലി മൂവ് ചെയ്യുന്നത്. ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്തതും. സാർ, ഈ വിൻസെന്റ് ജീവിച്ചിരിപ്പുണ്ടോ സാർ? ഉണ്ട്, അയാൾ ജീവിച്ചിരിപ്പുണ്ട്. ഈ 1.5 മാസത്തിനുള്ളിൽ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം അയാളിലേക്ക് എത്തുമെന്ന് നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ വിൻസെന്റിനെ നമ്മൾ കൊണ്ടുവരും. അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ക്രൈംബ്രാഞ്ച് ആയിരിക്കും. ക്രെഡിറ്റ് അവർക്ക് കിട്ടിക്കോട്ടെ, അതിന് നമുക്കെന്താ? സാർ, ഇപ്പോൾ വളരെ പ്ലാൻഡ് ആണല്ലേ സാർ? എന്തുവാ പത്മനാഭ, KGS ഈവനിങ്സിൽ ഈ മാറ്റർ എടുത്തിട്ടപ്പോൾ തന്നെ നമ്മൾ ടോട്ടലി പ്രിപ്പയർഡാ. ഒരർത്ഥത്തിൽ ഈ കേസിനെ ഇങ്ങനെ വളർത്തി വലുതാക്കി നമുക്ക് സപ്പോർട്ട് തരുന്നത് ഓപ്പോസിറ്റ് ഗ്രൂപ്പാ. അനന്തനും ആദിത്യനും ചിത്രയും ഋഷിയും അടങ്ങുന്ന സംഘം. അവർക്കുള്ള കുഴി അവർ തന്നെ കുഴിച്ചിട്ടിരിക്കുകയല്ലേ. ആ, വേറെ പ്രശ്നമൊന്നുമില്ല. അതൊന്നും കുഴപ്പമില്ല. ആ ശരി, ഞാൻ വിളിക്കാം. ഒരുപാട് ആക്ഷേപമായി പോയി ഋഷിമോനെ. നാണക്കേട്. ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ അവളുടെ കാല വിടാൻ പോണ്ടാന്ന്. അതല്ലേ ഞാൻ അവിടെ അകത്ത് കയറാണ്ട് പുറത്തന്നെ ഇരുന്നത്. അവൾ എന്തോ പറഞ്ഞു? ഇനി എന്ത് പറയാനാ? ഇനി ഒന്നും പറയാനില്ല. ആ KGS ഓരോ നിമിഷവും സ്പൂണിൽ കോരിയിട്ട് ഒഴിച്ചുകൊണ്ടിരിക്കുക അവളുടെ അണ്ണാക്കിലേക്ക്. നോക്കിയേ, അവളുടെ ശബ്ദം രൂപമൊക്കെ മാറി. ഋഷി, ഇനി പിടിച്ചാ കിട്ടില്ല അവളാ, സൂക്ഷിച്ചോ. സേതുപതി വക്കീൽ പോയിട്ടും ഇതുപോലെ നാണം കണ്ടടാ തിരിച്ചു വന്നത്. കണ്ട, ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നാ? ഈ വക്കീല് പറയുന്നത് എന്തെന്ന് വെച്ചാ ആ ജസ്റ്റിനെ തന്നെ കൊണ്ടുവരണമെന്നാ. ഞാൻ അതല്ലേ നേരത്തെ പറഞ്ഞത്. നിങ്ങളുടെ ചിറ്റപ്പന തന്നെയല്ലേ പറഞ്ഞേ. ആ തീരുമാനത്തിൽ അങ്ങോട്ട് ഉറച്ചു നിന്നെങ്കിൽ ഈ മാനക്കേട് അങ്ങോട്ട് ഒഴിവാക്കായിരുന്നു. എന്തായാലും ബേബിച്ചായ ബാ, നമുക്കിപ്പോ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കാം. അതെ, ഞങ്ങള് വേറൊരു ബുദ്ധി കാണിച്ചുട്ടാ. അതെന്താ? കാടടക്കി വെടിവെക്കാന്ന് പറയില്ലേ? ഈ തോണിക്കര വീട് ഞങ്ങളൊന്ന് കുലുക്കിട്ടാ വന്നേ. അതെങ്കിലും നമ്മൾ ചെയ്യണ്ടേ? ആ ആൻസി വർഗീസിന്റെ അനീത്തിനെയും അവളുടെ ഭർത്താവിനെയും കൊച്ചിനെയും കൂടി നമ്മൾ ഇങ്ങോട്ടാ കൊണ്ടുവന്നു. എവിടെ? അല്ല, നമ്മുടെ അനന്തന്റെ വീട്ടില്. ആ കൊച്ചങ്ങളെ നോക്കാനുള്ള ദൗത്യം അങ്ങോട്ട് ഏൽപ്പിച്ചു. വെറുതെ വേലക്കാരിക്ക് പൈസ കൊടുക്കണ എന്തിനാ? അവളുടെ ഭർത്താവിനെ നമ്മുടെ പ്രൊഡക്ഷനില് ഡ്രൈവർ പണി കൊടുക്കാന്നും പറഞ്ഞു. ആ, അത് നല്ലതാ ബേബിച്ച. ആൻസി ആ വീട്ടിൽ ഒറ്റപ്പെടണം. അവൾക്ക് സപ്പോർട്ട് കൊടുക്കാൻ KGS അല്ലാതെ വേറെ ആരും ഉണ്ടാവരുത്, ഒരാൾ പോലും. നന്നായി ബേബിച്ച, നന്നായി. വാ. ഹലോ. ഹലോ, ആരാ? ഞാൻ രമേശ. മീഡിയ രമേശാണോ? ആ, അതെ. ആ, എന്താ? ഫേസ്ബുക്കിലോ? ഇല്ല, കണ്ടില്ല. എന്താ മാറ്റർ? ആ ശരി, ഞാൻ നോക്കട്ടെ. ഞാൻ കണ്ടില്ല. ശരി ശരി, ഞാൻ വിളിക്കാം. സർ 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 സർ, ഒരു ഇഷ്യൂ ഉണ്ട്. എന്തു പറ്റി? ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ലൈവ് വരുന്നു. ലൈവോ? ആരുടെ?
ഒരു ജസ്റ്റിൻ ഡിസൂസ. ഈ ജസ്റ്റിൻ ഡിസൂസ എന്ന് പറഞ്ഞാല് ആൻസിയുടെ വീഡിയോയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. അയാളുടെ പേരതാണോ? സർ, അയാൾ ഒരു വീഡിയോ ലൈവ് കൊടുത്തിരിക്കുക.